കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേരാണ് മരിച്ചത്. റോഡിലെ അസൗകര്യങ്ങൾക്ക് പുറമെ അശ്രദ്ധയും അപകടത്തിന് കാരണമാണ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലാണ് അപകടങ്ങളേറെയും. മരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ്. ദേശീയപാതയിൽ ചേർത്തല തങ്കിക്കവലയിലുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. ജോലിക്കായി എറണാകുളം ഭാഗത്തേക്ക് ബൈക്കിൽ പോയ മുരുകേശനും ശിവകുമാറും KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ മാത്രമല്ല, സംസ്ഥാന പാതകളിലും ഇടറോഡുകളിലുമൊക്കെ അപകടങ്ങൾക്ക് കുറവില്ല. തങ്കിക്കവലയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ചേർത്തല എക്സ്റേ ജംഗ്ഷനിലായിരുന്നു അടുത്ത അപകടം. ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 25 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 2 യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി. ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചേർത്തല സ്വദേശിനിയായ നിഷ മരിച്ചു. അർത്തുങ്കൽ ബൈപ്പാസിന് സമീപമായിരുന്നു അപകടം. ചേട്ടാ, ഈ ഹൈവേ നിർമ്മാണം അപകടകാരണമാവുന്നുണ്ടോ? 100%. എന്തുകൊണ്ടെന്നാൽ ഇതുണ്ട്, ഇപ്പോൾ അവിടെ നടവഴിയില്ല. ആ ഏരിയയിൽ യാതൊരു വിധത്തിലുള്ള നടവഴിയില്ല. പല ടൈമിനും ഞാൻ ഇപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്, ബൈക്കുകൾ പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ ഈ മെറ്റലിലേക്ക് ചാടിക്കയറണം. അപകടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ അശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന കാര്യം. അന്നു തന്നെയാണ് നാടിനെ ആകെ സങ്കടത്തിലാക്കിയ കളർകോട് അപകടമുണ്ടായത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 6 MBBS വിദ്യാർത്ഥികളുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ 4 പേർ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ 50ഓളം അപകട മേഖലകളാണുള്ളത്. പക്ഷേ 6 MBBS വിദ്യാർത്ഥികൾ മരിച്ച കളർകോട് അപകടം ഉൾപ്പെടെ നടന്നത് ഈ ബ്ലാക്ക് സ്പോട്ടുകളിലല്ല. ഈ ശനിയാഴ്ച വീണ്ടും ദേശീയപാതയിൽ അപകടമുണ്ടായി. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പട്ടണക്കാട് സ്വദേശി ജയരാജും തിരുവനന്തപുരം സ്വദേശിനി ചിഞ്ചുവുമാണ് മരിച്ചത്. ഒരു മാസത്തിനിടയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ ഇനിയും ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യമുള്ളവർ ഇപ്പോഴും ജീവിക്കുന്നു. റോഡിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരവും വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാനാവൂ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.